കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കുറേ നാളുകളായി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ വ്യൂസ് കിട്ടുന്നതോ വെറും 100, പിന്നെ 150, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 20, 30, 50, 60 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ ഒന്നും കാണില്ല. കാരണം 1-2 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായി വീഡിയോ ഇട്ടിട്ടും വ്യൂസും കിട്ടുന്നില്ല, എങ്ങും എത്തുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഈ ലോക്ക്ഡൗൺ കാലഘട്ടം, അതായത് 2019-20 അതിൽ ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വരാൻ തുടങ്ങി. പക്ഷേ അതിൽ ഇന്ന് എത്ര പേര് യൂട്യൂബിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു 80% പേര് യൂട്യൂബ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ബാക്കി 20%-ൽ ഒരു 5% പേർ മാത്രമാണ് യൂട്യൂബിൽ സക്സസ് ആയിട്ടുള്ളവർ. അവർ ഇപ്പോഴും ഇത് ഒരു കരിയറായിട്ട് കരുതി മുന്നോട്ട് പോകുന്നു. ബാക്കിയുള്ളവർ ഇപ്പോഴും ഇവിടെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു മാസം, അതായത് ഇപ്പോൾ ഒരു 10,000 രൂപയോ ഇല്ലെങ്കിൽ ഒരു 20,000 രൂപ എന്തെങ്കിലും ഒന്ന് കിട്ടാനായിട്ട് അവർ വളരെയധികം കഷ്ടപ്പെടുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ നോക്കുകയാണെങ്കിൽ വേറെ പണിയൊന്നും അന്ന് ഇല്ലാതിരുന്നുകൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേക്കും അങ്ങനെ യൂട്യൂബിൽ വന്നവരാണ് പലരും. അന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് ചെയ്യാനായിട്ട് ഒരു വർക്ക് അറ്റ് ഹോം പോലെ ഒരു നല്ലൊരു ഓപ്ഷൻ കരിയറിന് ആയിരുന്നു യൂട്യൂബ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴേക്കും കുറേ പേര് അത് ഉപേക്ഷിച്ച് പോയി കാണും. അന്ന് ധാരാളം പേര് വന്നിട്ട് വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കമൻസ് വഴി ആ ചാനലിൽ ക്ലിക്ക് ചെയ്ത് തിരിച്ചു പോയി നോക്കിയാൽ ഇപ്പോൾ പലരും അവിടെ ആക്റ്റീവ് അല്ല. ഇത് ഒരു പാഷൻ ആയിട്ടുള്ളവർ കഷ്ടപ്പെട്ടു അതിനു വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഈ ഒരവസ്ഥയിൽ എന്ത് ചെയ്യാം? ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു എല്ലാവരും ഒരു തവണയൊക്കെ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ആഹാ നമ്മുടെ വീഡിയോ ഭയങ്കര അടിപൊളി, ഇത് സംഭവം ക്ലിക്കായി ഇത് വൈറലാവാൻ പോകുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ കരുതി നമ്മൾ മുമ്പോട്ട് പോകും. പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് 1-2 വർഷങ്ങളായി ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നു, പക്ഷേ വ്യൂസൊക്കെ വളരെ കുറവാണ് അല്ലേ. സാധാരണ എല്ലാവരുടെയും അടുക്കൽ നിന്ന് ഈ ഒരു പരാതി നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ അതിൽ നമ്മൾ തിരിച്ച് ആ ചാനലിലൊക്കെ പോയി നോക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്, പല വീഡിയോസും ഇടുന്നത് അത് അങ്ങനെ കൊള്ളത്തില്ല, അത് അത്ര നന്നായിരിക്കുന്നില്ല. കാരണം എന്താ മിക്കവരും ചെയ്യുന്നത്, കയ്യിലൊരു മൊബൈൽ ക്യാമറ ഒക്കെ കാണും, അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഈ കാണുന്നവരെയൊക്കെ ബോറടിപ്പിക്കുന്ന രീതിയിലാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഒരേപോലത്തെ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരു മാറ്റങ്ങളുണ്ടാവില്ല, അതൊരു കാണികളെ ആകർഷിച്ച് പിടിച്ചിരുത്താനുള്ള ഒന്നും തന്നെ അതിൽ കാണില്ല. ഒരേപോലെ ഒരേ രീതിയിലുള്ള വീഡിയോസ് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ ചെയ്യുന്ന വീഡിയോ ശരിയാകുന്നില്ല എന്നുള്ളൊരു ചിന്തയൊന്നും ഇവർക്ക് കാണാറില്ല. അപ്പോൾ തുടക്കത്തിൽ ഇവർ എന്ത് ചെയ്തോ അതുപോലെ ഒരു മാറ്റവുമില്ലാതെ അതേ സാധനങ്ങൾ വെച്ചിട്ട് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ മാറ്റമില്ല, കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയോ സൗണ്ട് ക്വാളിറ്റിയിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ചെയ്യാറില്ല. പക്ഷേ എല്ലാവർക്കും വ്യൂസ് വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം. ഇങ്ങനെ ആയാൽ നമ്മൾക്ക് യൂട്യൂബിൽ ഒരിക്കലും ഗ്രോ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകണം. യൂട്യൂബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. സാമാന്യം നല്ലൊരു മൈക്ക് വേണം, പിന്നെ ഒരു നല്ല ഒരു ക്യാമറ, മൊബൈൽ ഫോൺ ആണെങ്കിൽ എന്താണെങ്കിലും ഒരു നല്ല ക്യാമറ വേണം. പിന്നെ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലും വീഡിയോസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ കയ്യിലുള്ള സംഭവങ്ങൾ എങ്ങനെ ബെറ്റർ ആക്കാം, അതെങ്ങനെ നമ്മൾ നന്നാക്കാം എന്ന് ആലോചിക്കുക. ഇപ്പോൾ ഒരു വ്ളോഗ് ചാനലാണെങ്കിൽ അത് ചെയ്യാൻ നമ്മൾക്കൊരു ശൈലിയുണ്ട്, അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യുന്നവർ വേറെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരുടെ ചാനൽ നോക്കി നമ്മൾക്ക് എവിടെയാണോ കുറവുകളുള്ളത് അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം എങ്ങനെ വന്നാലും ആദ്യം നമ്മൾക്കൊരു സ്വയം പരിശോധന ചെയ്യുന്നത് അത്യാവശ്യമാണ്. നമ്മൾ നന്നായിട്ടുണ്ടെന്ന് കരുതുന്ന ഒരു വീഡിയോ വന്നിട്ട് മറ്റുള്ളവർക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, അത് ഇഷ്ടപ്പെടണമെന്നും ഇല്ല. 1-2 വർഷമൊക്കെ ഇതും വെച്ചിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്നത് സാമാന്യം വലിയൊരു കാലഘട്ടം തന്നെയാണ്. സക്സസ് ആകാൻ പറ്റിയില്ലെങ്കിൽ
ഇപ്പോൾ 1-2 വർഷം നോക്കി ആണെങ്കിൽ അതുപോലെ തന്നെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുന്നോട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വളരെ കഷ്ടമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം പരിശോധിച്ചിട്ട് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തി പിന്നെയും ശ്രമിക്കുക. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആർക്കും വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാം എന്നാണ് എല്ലാവരും കരുതുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് അതിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും ധാരാളം പേർക്ക് മനസ്സിലായി കാണും. എല്ലാവർക്കും നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മൾ എടുത്തെന്ന് വെച്ചാൽ ഈ എടുക്കുന്നവർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് യൂട്യൂബിലും അങ്ങനെ എല്ലാവർക്കും വളരെയധികം ഉയർച്ചയൊക്കെ കിട്ടാറില്ല. അപ്പം പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വീഡിയോയുടെ ക്വാളിറ്റി നല്ലതായിരിക്കണം. അതായത് നന്നായിട്ടുള്ള കണ്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ടോപ്പിക്സിലുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും വിചാരിക്കും എന്താണ് ഇതിൽ പ്രധാനമായും ലക്ക് ഒരു ഫാക്ടറാണ്. പക്ഷേ എല്ലാവരും എന്താ ചിന്തിക്കുന്നത്, എന്താ ലക്ക്? നമ്മൾ നന്നായിട്ട് വീഡിയോ ഇട്ടാൽ അത് വൈറലാകും. പക്ഷേ അതിലെന്താ ലക്കിന് എന്ത് കാര്യമാണ് ഉള്ളത്? പക്ഷേ ലക്കിൻ്റെ പുറത്തായിരിക്കും ആദ്യത്തെ വീഡിയോ നമുക്ക് വൈറലാകുന്നത്. ഇപ്പോൾ 2-3 വീഡിയോസൊക്കെ വൈറലായാൽ ആളുകൾ വന്നിട്ട് നമ്മളുടെ ചാനലിലേക്ക് വരാൻ തുടങ്ങും. അതിന് ശേഷം ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ കഴിവ് പോലെ ഇരിക്കും. ഇതിൽ ലക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ചാനലിൽ ഒരു വീഡിയോ ക്ലിക്കാക്കി എടുക്കണം നമ്മൾ. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾക്ക് ക്ലിക്കാക്കി എടുക്കാൻ സാധിച്ചാൽ മാത്രമേ അത് വൈറലാകുള്ളൂ. അങ്ങനെ ആയാൽ മാത്രമേ ധാരാളം ആളുകൾ നമ്മളുടെ ചാനലിൽ വരികയുള്ളൂ. നമ്മളുടെ വീഡിയോസിനൊക്കെ യൂട്യൂബ് ഇംപ്രഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ അയക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളിപ്പം എടുത്ത പാടെ ഒരു വീഡിയോ എടുത്തിട്ടും അത് വൈറലായി അങ്ങനെയല്ല പറയുന്നത്. അതിനായിട്ട് നമ്മളുടെ സൈഡിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെയുള്ളൊരു കണ്ടൻറ്റ് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട്, സെലിബ്രിറ്റീസും ഈ സീരിയൽ രംഗത്തുള്ളവരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഈ ജീവിത രീതികളും അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അറിയാനായിട്ട് ആളുകൾക്ക് മിക്കവർക്കും വളരെ താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഈ സെലിബ്രിറ്റീസ് അവരൊക്കെ ഒരു വീഡിയോ ഒക്കെ അവരുടെ വന്നു കഴിഞ്ഞാൽ ആരും അവരെ സഹായിക്കേണ്ട, ആരും ബൂസ്റ്റ് ചെയ്യേണ്ട. ആളുകൾ നല്ല ഇടിച്ച് തള്ളിയിട്ട് അവരുടെ വീഡിയോ അത് ഓട്ടോമാറ്റിക്കലി അത് വൈറലായിക്കോളും. പക്ഷേ അതുപോലെയല്ല നമ്മളുടെയൊക്കെ കാര്യം. നമ്മൾക്ക് അങ്ങനെ അതിനെ നമ്മളെ അങ്ങ് എൻകറേജ് ചെയ്ത് മുകളിലോട്ട് കയറ്റാനോ തൂക്കി മുകളിൽ വിടാനോ ഒക്കെ ഒന്നും ആളുകളില്ല. ആകെ മൊത്തം കുറച്ച് ഫ്രണ്ട് സർക്കിളിലും കുറേ പേരും വേണ്ടപ്പെട്ടവരും നമ്മളുടെ യൂട്യൂബിൽ നിന്നുള്ള ഒരു ചെറിയ ഫാമിലിയൊക്കെ കാണുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സെലിബ്രിറ്റീസിന് കിട്ടുന്നത് പോലെയൊക്കെയുള്ള ഒരു വലിയ ബൂസ്റ്റൊന്നും നമ്മൾക്ക് കൈമുതലായിട്ടില്ല. അപ്പോൾ നമ്മളുടെ കഴിവും നമ്മളുടെ ലക്കും വെച്ചിട്ട് മാത്രം നമ്മൾ മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധ ചെലുത്തുക. പിന്നെ നമ്മൾ തന്നെ ചിന്തിക്കണം. ഇപ്പോൾ 1-2 വർഷമായിട്ട് ഒരേ രീതിയിലുള്ള കണ്ടൻറ്റുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ടും വ്യൂസ് ഒന്നും വലുതായിട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കാനായിട്ടുള്ള സമയം വൈകി അത് പ്രാവർത്തികമാക്കുക. നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മളിത് എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നന്നായിട്ടൊരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് മുമ്പോട്ട് പോകുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അധികം പ്രധാനപ്പെട്ടതും ഈ യൂട്യൂബിൽ വർക്ക് ചെയ്തിട്ടുള്ള ധാരാളം ഇയേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ പുതിയതായിട്ട് വന്ന യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക. കാരണം വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ അവസാനം വീഡിയോയുടെ എൻഡ് വരുമ്പോഴേക്കും നിങ്ങളത് തീർന്നിട്ട് അത് വീഡിയോയിൽ നിന്ന് പോകുമ്പോഴേക്കും ചിലപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകും. അതുകൊണ്ട് ആദ്യമേ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ആവശ്യമുള്ളവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ എന്നും രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാറുണ്ട്. വൈകുന്നേരം ലൈവിൽ ഒരു 6 മണിക്ക് ശേഷം ഏതാണ്ട് ഒരു 45 മിനിറ്റ്സ് വരേക്കും ഞാൻ ലൈവിലുണ്ടാവാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് വരണം എന്നല്ല പറയുന്നത്, ഞാൻ ലൈവിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ധാരാളം പേര് ഒരു ഫാമിലിയായിട്ട് ലൈവിൽ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.